BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇന്ത്യ കഴിഞ്ഞ വർഷം ബഹ്റൈനിൽ $200 മില്യൺ നിക്ഷേപിച്ചതായി ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് പറഞ്ഞു. ബഹ്റൈനിലെ ഏറ്റവും വലിയ 6ാമത്തെ നിക്ഷേപകരാണ് ഇന്ത്യയെന്നും 2019 ഓഗസ്റ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹ്റൈനിലെ സന്ദർശനത്തിന് ശേഷം 2 വഴിക്കുള്ള നിക്ഷേപം 40% വർദ്ധിച്ച് $1.6 ബില്യൺ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹ്റൈനിൽ ഹിന്ദു മർച്ചന്റ് കമ്മ്യൂണിറ്റി സംഘടിപ്പിച്ച THMC കണക്ട് എന്ന പരിപാടിയുടെ 4ാം പതിപ്പിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉഭയകക്ഷി വ്യാപാരത്തിന്റെ വളർച്ചയാണ് ശക്തമായ നിക്ഷേപ സഹകരണത്തിന് സഹായകരമായതെന്നും ഇന്ത്യൻ സ്ഥാനപതി പറഞ്ഞു. ഇന്ത്യൻ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ബഹ്റൈൻ ജൂനിയർ ഇന്റർനാഷണൽ സീരീസ് 2024 തുടക്കമായി. ബഹ്റൈൻ ബാഡ്മിന്റൺ ആൻഡ് സ്ക്വാഷ് ഫെഡറേഷനുമായി സഹകരിച്ചാണ് ഇന്ത്യൻ ക്ലബ്ബ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 22 വരെയാണ് മത്സരം. ലോക റാങ്കിംഗ് പോയിന്റ് ഇവന്റാണിത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന നിലവാരമുള്ള അന്താരാഷ്ട്ര കളിക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഫൈനൽ സെപ്റ്റംബർ 22 ഞായറാഴ്ച നടക്കും. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷമായ ശ്രാവണം 2024 ഭാഗമായുള്ള സംഗീത പരിപാടികളിൽ പങ്കെടുക്കാൻ പ്രശസ്ത പിന്നണി ഗായിക KS ചിത്ര ബഹ്റൈനിലെത്തി. BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും സമാജത്തിലെ മറ്റംഗങ്ങളും ചേർന്ന് ബഹ്റൈൻ വിമാനത്താവളത്തിലെത്തിയ KS ചിത്രയ്ക്ക് സ്വീകരണം നൽകി. സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്കാണ് സമാജത്തിൽ ചിത്രയുടെ നേതൃത്വത്തിലുള്ള സംഗീത നിശ അരങ്ങേറുക. കേരള കാത്തലിക് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ ടാലന്റ് സ്കാൻ മത്സരങ്ങൾ ഒക്ടോബർ 25 സമാപിക്കും. 25 ആരംഭിക്കും. ബഹ്റൈനിൽ താമസിക്കുന്ന 2006 ഒക്ടോബർ 1 2019 സെപ്റ്റംബർ 30 ഇടയിൽ ജനിച്ച ഇന്ത്യക്കാരായ എല്ലാ കുട്ടികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാം. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ 5 ഗ്രൂപ്പുകളായി തരംതിരിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. ഈ വർഷം 5 ഗ്രൂപ്പുകൾക്കായി ഏകദേശം 180 വ്യക്തിഗത മത്സര ഇനങ്ങൾ ഉണ്ടായിരിക്കും. നാട്യരത്ന മത്സരം, സംഗീതരത്ന മത്സരങ്ങൾ, കലാരത്ന മത്സരങ്ങൾ, സാഹിത്യരത്ന മത്സരങ്ങൾ, ടീമിന മത്സരങ്ങൾ എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുക. ഓരോ മത്സര ഇനത്തിനും KC അംഗങ്ങൾക്ക് 1 ദിനാറും KC അംഗങ്ങളല്ലാത്തവർക്ക് 2 ദിനാറും പ്രവേശന ഫീസായി നിശ്ചയിച്ചു. ഡാൻസ് ഇനങ്ങൾക്കായി KC അംഗങ്ങൾക്ക് 2 ദിനാറും അംഗങ്ങളല്ലാത്തവർക്ക് ഓരോ ഇനത്തിനും 3 ദിനാറും, ടീം മത്സരങ്ങൾക്കായി KC അംഗങ്ങളല്ലാത്ത ടീമിന് 5 ദിനാറും അംഗങ്ങളല്ലാത്ത ടീമിന് 10 ദിനാറുമായിരിക്കും ഫീസ്. KC അംഗങ്ങൾ ഇതിനായി സെപ്റ്റംബർ 2024 വരെയുള്ള മെമ്പർഷിപ്പ് ഫീസ് അടച്ചിരിക്കണം. പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി വർഗീസ് ജോസഫ്, റോയ്സി ആന്റണി, ജോയൽ ജോസ്, സിമിലിയോ, ലിയോ ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റിയും പരിപാടിയുടെ വിവിധ വശങ്ങൾ ഏകോപിപ്പിക്കാൻ വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. മത്സരങ്ങളുടെ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 24 ആരംഭിച്ച് ഒക്ടോബർ 10 അവസാനിക്കുമെന്ന് ITS പ്രോഗ്രാം ചെയർമാൻ വർഗീസ് ജോസഫ് അറിയിച്ചു. ഈ വർഷം നിരവധി പുതിയ ഇവന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും തയ്യാറെടുപ്പുകൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപേക്ഷകൾ ഓൺലൈനായും ഓഫ്ലൈനായും സ്വീകരിക്കാവുന്നതാണ്. 1, 2, 3 സ്ഥാനക്കാർക്ക് നിരവധി അവാർഡുകളും ട്രോഫികളും കലാരത്നം, കലാപ്രതിഭ തുടങ്ങിയ സ്ഥാനങ്ങളും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകളും സമ്മാനിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് സംഘാടക സമിതി ചെയർമാൻ വർഗീസ് ജോസഫ് അല്ലെങ്കിൽ വൈസ് ചെയർമാൻമാരായ റോയ്സി ആന്റണി, ജോയൽ ജോസഫ് എന്നിവരുമായി ബന്ധപ്പെടാം. മുഹറക് മലയാളി സമാജം ഈ വർഷത്തെ ഓണാഘോഷം അഹ്ലൻ പൊന്നോണം സീസൺ 5 ഒക്ടോബർ 11 വെള്ളിയാഴ്ച മുഹറക് റാഷിദ് അൽ സിയാനി ഹാളിൽ സംഘടിപ്പിക്കും. വിവിധ കലാ സാംസ്കാരിക പരിപാടികളും ഇതോടനുബന്ധിച്ചുള്ള വടംവലി മത്സരം, പായസ മത്സരം, ഉറിയടി, പുലിക്കളി തുടങ്ങിയ നാടൻ മത്സരങ്ങളും അരങ്ങേറുമെന്നും സ്വദേശി പൗരപ്രമുഖരടക്കം നിരവധി പേർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുമെന്നും പ്രസിഡന്റ് അനസ് റഹീം, സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ, ട്രഷറർ ശിവശങ്കർ, എന്റർടൈൻമെന്റ് വിംഗ് കൺവീനർ ഫിറോസ് വിളിയങ്കോട് എന്നിവർ അറിയിച്ചു. ഫ്രണ്ട്സ് ഓഫ് ബഹ്റൈൻ 9ാമത് ഓണാഘോഷം സൽമാനിയയിലെ കലവറ റെസ്റ്റോറന്റിൽ ആഘോഷിച്ചു. പരിപാടിയിൽ മുഖ്യാതിഥി OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലമ്പുറത്ത് ഭദ്രദീപം തെളിയിച്ചു. OICC ഗ്ലോബൽ കമ്മിറ്റി മെമ്പർ ബിനു കുന്നന്താന മുഖ്യ പ്രഭാഷണം നടത്തി. കേരളീയ സമാജം വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ, ഇൻഡോർ ഗെയിം ജനറൽ സെക്രട്ടറി നൌഷാദ് ചെരിയിൽ, കവിയും മാധ്യമപ്രവർത്തകനുമായ EV രാജീവൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കപ്പിൾ ഡാൻസ്, മിമിക്രി, മോണോ ആക്ട്, കരോക്ക, ഗാനമേള, സിനിമാറ്റിക് ഡാൻസ് ഉൾപ്പെടെയുള്ള നിരവധി കലാപരിപാടികൾ സ്റ്റേജിൽ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു. പരിപാടിയുടെ ജനറൽ കോർഡിനേറ്ററായി പ്രവർത്തിച്ച രതീഷ് MR, പ്രോഗ്രാം കൺവീനർ മോൻസി ബാബു എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഓണാഘോഷം ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി.
ബഹ്റൈൻ കേരള നേറ്റീവ് ബോൾ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 4ാമത് ഫെഡറേഷൻ കപ്പ് നാടൻ പന്ത് കളി മത്സരം സെപ്റ്റംബർ 20 മുതൽ അൽ അഹ്ലി ക്ലബ്ബ് മൈതാനിയിൽ ആരംഭിക്കും. വിജയികൾക്ക് KE ഈശോ ഇരച്ചൽ എവർ റോളിംഗ് ട്രോഫിയും എബ്രഹാം കോർ എപ്പിസ്കോപ്പ കരിമ്പനത്തറ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും, 2ാം സ്ഥാനക്കാർക്ക് MC കുരുവിള മണ്ണൂർ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിക്കും. കൂടാതെ ടൂർണമെന്റിലെ മികവുറ്റ താരങ്ങൾക്ക് വ്യക്തിഗത സമ്മാനങ്ങളും നൽകുന്നതാണ്. കണ്ണഞ്ചിറ, ആലാമ്പള്ളി, അരീപ്പറമ്പ്, 50+ കോട്ടയം എന്നീ ടീമുകൾ ഏറ്റുമുട്ടും. ഒക്ടോബർ അവസാന വാരത്തോടെ ഫെഡറേഷൻ കപ്പ് സമാപിക്കുമെന്നും ഫെഡറേഷൻ കപ്പ് ടൂർണമെന്റ് ജനറൽ കൺവീനർ ബിജു കൂരോപ്പട അറിയിച്ചു. 14ാം എഡിഷൻ പ്രവാസി സാഹിത്യോത്സവത്തിന്റെ ബഹ്റൈനിലെ മത്സരങ്ങളുടെ പ്രഖ്യാപനം മദീനയിൽ പ്രവാചകരുടെ മസ്ജിദിന് സമീപത്ത് സയ്യിദ് ബാഫക്കി കോയ തങ്ങളും റിസാല സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ ചെയർമാൻ സക്കരിയ ഷാമിൽ ഇർഫാനിയും ജനറൽ സെക്രട്ടറി ഹബീബ് മാട്ടൂലയും ചേർന്ന് നിർവഹിച്ചു. ബഹ്റൈനിലടക്കം 19 രാഷ്ട്രങ്ങളിൽ പ്രവാസി മലയാളികളായ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി വിവിധ ഇനം കലാമത്സരങ്ങൾ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ ഘടകത്തിൽ നിന്നും 1ാം സ്ഥാനം നേടുന്ന മത്സരാർത്ഥിക്കാണ് തൊട്ടുമുകളിലെ ഘടകത്തിൽ മത്സരിക്കാൻ അവസരമുണ്ടാവുക. ബഡ്സ്, കിഡ്സ്, പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ. ക്യാമ്പസ് വിഭാഗത്തിൽ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് പ്രത്യേകം മത്സരിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട്. ജാതിമത ലിംഗ ഭേദമന്യേ മുഴുവൻ മലയാളികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. നവംബർ ആദ്യവാരത്തിൽ നടക്കുന്ന നാഷണൽ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി സാഹിത്യമേളയും പുസ്തക ചർച്ചയും കലാസംവാദവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിലെ മലയാളി പ്രവാസി സമൂഹത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. മാപ്പിളപ്പാട്ടിന് പുറമെ വിവിധ ഭാഷകളിലുള്ള ഗാനങ്ങൾ, പ്രസംഗങ്ങൾ, ഖവാലി, ദഫ്, നഷീദ, ഖസീദ, കവിതാ പാരായണം, കഥ പറയൽ, കാലിഗ്രഫി, കഥ, കവിത, പ്രബന്ധരചനകൾ, മാഗസിൻ ഡിസൈൻ, ചിത്രരചന ഉൾപ്പെടെയുള്ള 99 ഇനങ്ങളിലാണ് സാഹിത്യോത്സവിന്റെ മത്സരങ്ങൾ നടക്കുന്നത്. മദീന മുനവറയിൽ വെച്ച് നടന്ന ബഹ്റൈൻ പ്രവാസി സാഹിത്യോത്സവ കാലത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ RSC ഗ്ലോബൽ ഭാരവാഹികളായ ഉമർ അലി കോട്ടക്കൽ, ഷമീർ PT, നൂറുദ്ദീൻ സഖാഫി, ബഹ്റൈൻ ഭാരവാഹികളായ അഷ്റഫ് മങ്കര, സഫാൻ സഖാഫി എന്നിവർ പങ്കെടുത്തു. പ്രായപൂർത്തിയാകാത്ത ഉപയോക്താക്കളെ ഓൺലൈൻ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ പുതിയ സുരക്ഷാ നടപടിയുമായി ഇൻസ്റ്റഗ്രാം. 18 വയസ്സിൽ താഴെയുള്ള ഉപയോക്താക്കളുടെ അക്കൗണ്ടുകൾ ഇനി ടീൻ അക്കൗണ്ട് സെറ്റിംഗ്സിലേക്ക് മാറും. 13 മുതൽ 17 വയസ്സ് വരെ പ്രായമുള്ള ഉപയോക്താക്കളെ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസികാരോഗ്യ വെല്ലുവിളികളിൽ നിന്ന് സംരക്ഷിക്കാനാണ് ടീൻ അക്കൗണ്ടുകൾ വരുന്നത്. എന്തൊക്കെ കണ്ടന്റുകൾ കാണാനാകും, എത്ര സമയം ഇൻസ്റ്റയിൽ ചെലവഴിക്കുന്നു എന്നീ വിവരങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും മാതാപിതാക്കൾക്ക് ലഭ്യമാകും. 18 വയസ്സിന് താഴെയുള്ള പുതിയതായി അക്കൗണ്ട് തുടങ്ങുന്നവരുടെയും നിലവിലുള്ള ഉപഭോക്താക്കളുടെയും അക്കൗണ്ടുകൾ അപ്ഡേറ്റ് എത്തുന്നതോടെ ടീൻ അക്കൗണ്ടായി മാറും. US-ലാണ് ഈ അപ്ഡേറ്റ് ആദ്യം നടപ്പിലാക്കുക. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനം ഒക്ടോബർ 4 മുതൽ വിളിച്ചു ചേർക്കാൻ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഇക്കാര്യം ഗവർണറോട് ശുപാർശ ചെയ്യും. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ വിവരങ്ങളും ചർച്ചയായി. കണക്കുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം ദോഷം ചെയ്യുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. മെമ്മോറാണ്ടത്തിലെ വിവരങ്ങൾ റവന്യൂ മന്ത്രി K രാജൻ യോഗത്തിൽ വിശദീകരിച്ചു. കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് എംപോക്സ് ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. UAE-യിൽ നിന്ന് വന്ന 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. ആരോഗ്യവകുപ്പിന്റെ ആശുപത്രികളിൽ ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നോഡൽ ഓഫീസർമാരുടെ ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചികിത്സാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണവും കേക്ക് മുറിയും ഇനി നടക്കില്ല. വീഡിയോഗ്രാഫിക്ക് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി. ക്ഷേത്ര ചടങ്ങുകൾക്കും വിവാഹങ്ങൾക്കുമല്ലാതെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്നും കോടതി വ്യക്തമാക്കി. ക്ഷേത്ര നടപ്പന്തൽ പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ചിത്രകാരി ജസ്ന സലീം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്ര നടപ്പന്തലിൽ വെച്ച് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. സെലിബ്രിറ്റികളോടൊപ്പം എത്തുന്ന ബ്ലോഗർമാർക്കും നടപ്പന്തലിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിധി വിട്ടുള്ള വീഡിയോ ചിത്രീകരണ ഭക്തർക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ. പാലക്കാട് നഗരത്തിലെ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് 3 പെൺകുട്ടികളെ കാണാതായി. ഇവരിൽ ഒരാൾ ബുധനാഴ്ച വൈകിട്ടോടെ മണ്ണാർക്കാട്ടെ വീട്ടിലെത്തിയതായും പോലീസ് അറിയിച്ചു. അന്വേഷണത്തിനായി പ്രത്യേക പോലീസ് സംഘം രൂപവൽക്കരിച്ചു. തിങ്കളാഴ്ച രാത്രി 10ഓടെയാണ് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ നിന്ന് 17 വയസ്സുള്ള 2 പേരും 14-കാരിയും പുറത്തുപോയത്. ഇവരെ നഗരത്തിലെ നിർഭയ കേന്ദ്രത്തിൽ നിന്ന് തിരുവോണ ദിവസം കാണാതായതാണ്. പിടികൂടിയ ശേഷം ജില്ലാ ആശുപത്രിക്ക് മുകളിലെ സഖി കേന്ദ്രത്തിലാക്കുകയായിരുന്നു. ബുധനാഴ്ച നടക്കേണ്ട ശിശു വികസന സമിതി സിറ്റിംഗിലേക്ക് എത്തിക്കേണ്ടതിനാൽ കൂടുതൽ സുരക്ഷിതമായ സഖി കേന്ദ്രത്തിലേക്ക് മാറ്റുകയെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ, കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.